May 3rd മുതൽ 8th വരെ ഫ്ലിപ്കാർട്ടിൽ നടക്കുന്ന ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുന്ന കുറച്ച് സ്മാർട്ട് വാച്ചുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പൊതുവേ സ്മാർട്ട് വാച്ചുകളുടെ അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ വളരെ കുറവാണ് നമ്മുടെ ചാനലിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്മാർട്ട് വാച്ചിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കഴിഞ്ഞ റേറ്റ് എത്രയാണ്, അതായത് ഇപ്പോൾ നമ്മുടെ ബിഗ് സേവിംഗ് ഡേയ്സിൽ എത്ര രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്, അത് ലാഭമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ എന്നൊക്കെ പറയാൻ എനിക്ക് എന്തായാലും പറ്റും. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് നോയ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, നോയ്സിന്റെ സ്മാർട്ട് വാച്ചുകൾ എന്ന് വെച്ചാൽ പൊതുവെ നല്ല സ്മാർട്ട് വാച്ചുകളാണ്. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, മറ്റുള്ളവരും അതൊക്കെ തന്നെയാണ് പറയണത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കുവാണെങ്കിൽ നോയ്സിന്റെ കളർ ഫിറ്റ് പ്രോ 3 3999 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 3299 ലഭ്യമാകുന്നു. 1.55 ഇഞ്ച് HD കളർ ടച്ച് സ്ക്രീനും അതുപോലെ തന്നെ 14 സ്പോർട്സ് മോഡും ഒക്കെ വരുന്ന പ്രോഡക്റ്റ് ആണ്. 4.1 റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ 61,571 പേരാണ് ഇത് റേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി മറ്റൊരു നോക്കുകയാണെങ്കിൽ നോയ്സിന്റെ കളർ ഫിറ്റ് ബ്രയോ. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കയ്യിൽ ആക്ച്വലി ഈ ഒരു നോയ്സ് കളർ ഫിറ്റ് ബ്രയോ ലോഞ്ച് ആയ സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, അൺബോക്സ് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ എൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ കാണും. എന്തായാലും ഇതും 4.2 റേറ്റിംഗ് ഉണ്ട്. 18,838 പേരാണ് ആക്ച്വലി റേറ്റ് ചെയ്തേക്കുന്നത്. ഈ 2,999 നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്കിപ്പോൾ 2,499 രൂപയ്ക്ക് ലഭ്യമാകും. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. 1.52 ആണ് ആക്ച്വലി ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത്. ഇനി നോയ്സിന്റെ ഇവോൾവ് 2 ആംലെറ്റ് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. 3,999 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 3,499 ലഭ്യമാകുന്നു. 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ 6,387 പേരാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹൈലൈറ്റ്സിൽ 30mm ഡയൽ ആംലെറ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് 42mm ഡയൽ സൈസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ ആക്ച്വലി വാങ്ങിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകാൻ ചാൻസസ് ഉണ്ട്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ കളർ ഫിറ്റ് പ്രോ 2 അത്യാവശ്യം പഴയ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ 2,299 ആണെങ്കിൽ നമുക്ക് പഴയ റേറ്റ് എന്ന് പറയുന്നത് 2,799 രൂപയാണ്. 1,37,350 പേര് ആക്ച്വലി ഇതിന് റേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നോയ്സിന്റെ ബ്രാൻഡിൽ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പൊ അത്യാവശ്യം 500 രൂപ കുറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ ഐക്കൺ ബസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ആണ്. 3.9 ഉള്ളൂ സ്റ്റാർ റേറ്റിംഗ്. 8,075 ഒരു റേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ സോൾഡ് ഔട്ട് ആണ്. 3,999 നോർമൽ റേറ്റ്. എന്നാൽ 2,499 ഇത് ലഭ്യമാകുന്നു. ഇനി ഫിറ്റ് ബസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോയ്സിന്റെ ഒരു സ്മാർട്ട് വാച്ച് ആണ്. 1.32 ഇഞ്ച് റൗണ്ട് സ്ക്രീനൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. 3,999 രൂപ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആണ്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ 4,499 പോകാൻ ചാൻസസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ ജസ്റ്റ് ഒന്ന് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. കൂടാതെ നോയ്സിന്റെ കളർ ഫിറ്റ് ക്യൂബ് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് നമുക്കൊരു നോയ്സിന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ അത് 2,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഓഫർ അല്ലാത്ത സമയത്ത് വേണമെങ്കിലും കാണാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ക്യൂബ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1,499 ആണ്. 1,999 ആണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. കുഴപ്പമില്ല, ചെറിയ ഡിസ്പ്ലേ ആണ് എന്നുള്ളൊരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഗേൾസിനൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ നോയ്സിന്റെ കളർ ഫിറ്റ് കാലിബർ. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇപ്പോൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമില്ല, 1,799 രൂപ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 2,699 രൂപയാണ്. ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ ചാനലിൽ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ള മറ്റേ പൾസ് ഗ്രാൻഡ് ഉണ്ടല്ലോ, ആമസോണിലുള്ള, അതിന് പകരം ആക്ച്വലി ഈ ഒരു ഫ്ലിപ്കാർട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് കാലിബർ ആക്കിയെന്നാണ് തോന്നുന്നത്. കാരണം സ്പെക്കൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. 1.69 ഇഞ്ച് LCD സ്ക്രീനൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്തായാലും ആ ഒരു പൾസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലിബറും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കണം. എന്തായാലും നോക്കട്ടെ, ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരു അൺബോക്സിംഗ് നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഒരു നോയ്സിൽ പറയാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ബോട്ടിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ, റേറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പോലും. എന്തായാലും ബോട്ടിന്റെ വാച്ച് ഐറിസ് എന്ന് പറഞ്ഞിട്ട് 1.39 ആംലെറ്റ് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. 4,499 നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പം നമുക്കിത് 3,499 ലഭ്യമാകുന്നു. കൂടാതെ വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് 1.69 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടൊരു മറ്റൊരു പ്രോഡക്റ്റ് 2,499 പ്രോഡക്റ്റ് 2,299. അതും 3.9
മാത്രമേ ഉള്ളൂ. അതായത് ഒരു 4 അല്ലെങ്കിൽ 4 മുകളിലുള്ളത് ഈ പാക കാണുന്ന ഈ ഒരു വേവ് പ്രോ ആണ്. 3299 പ്രോഡക്റ്റ് 2699 ലഭ്യമാകുന്നു. 3815 വരെ ആക്ച്വലി ഇതിന് റേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതും 1.69 ഇഞ്ച് ഡിസ്പ്ലേ ആണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ സ്റ്റോം ഏറ്റവും എന്താ പറയുക ആദ്യമായിട്ട് അവർ ഇറക്കിയത് ഈ ഒരു സ്റ്റോം എന്ന് പറഞ്ഞ വാച്ചാണ്. 1.3 ഇഞ്ച് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ വാച്ചാണ്. ഇതിന്റെ ആക്ച്വലി UI വളരെ മോശം എന്നാണ് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. 1799 നമുക്ക് ഇപ്പോൾ കിട്ടും. 2999 നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇതിനും ഒരു 4.1 സ്റ്റാർ റേറ്റിംഗും 5 ലക്ഷത്തിന് മുകളിൽ ആക്ച്വലി റിവ്യൂസും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു സ്റ്റോമിന്. ഇനി നമുക്ക് ഫയർ ബോൾട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആവശ്യം പോലെ കണ്ടമാനം നമുക്ക് വാച്ചുകൾ കാണാൻ പറ്റും. ആക്ച്വലി ഈ ഒരു ഫയർ ബോൾട്ടിന്റെ സെഷനിൽ ഞാൻ വിചാരിച്ചത് നോയ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ വാച്ച് എന്നുള്ളതാണ്. എന്നാൽ അതൊക്കെ മാറ്റിയിട്ട് നോയ്സിനെക്കാളും ആക്ച്വലി കുറേ അധികം മോഡൽസ് ഉണ്ട് നമുക്ക് ഇവിടെ ഫയർ ബോൾട്ടിൽ. അത് നോക്കുകയാണെങ്കിൽ ഫയർ ബോൾട്ട് മാക്സ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് 4499 പ്രോഡക്റ്റ് 3999 ലഭ്യമാകുന്നു. 4 സ്റ്റാർ ആണ്. 3000 പേര് റേറ്റും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.78 ഇഞ്ച് ആംലഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിന്റെ കൂടെ ലഭ്യമാകുന്നത്. 1.78 ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡിസ്പ്ലേ ഇത്തിരി വലുതായിരിക്കും. വലിയ കൈകളുള്ള അല്ലെങ്കിൽ വലിയ ഡയലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. കൂടാതെ SPO2 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രോഡക്റ്റ് 2499 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 2199 ലഭ്യമാകുന്നു. 1.4 ഇഞ്ച് ചെറിയ ഡിസ്പ്ലേ ആണ് ആക്ച്വലി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗേൾസിനൊക്കെ കുറച്ച് ബെറ്റർ ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഓൾ മൈറ്റി 4999 പ്രോഡക്റ്റ് 1000 രൂപ കുറച്ചിട്ട് 3999 നമുക്കിപ്പോൾ ലഭ്യമാകും. 4 സ്റ്റാർ ആണ്. 1978 പേര് ആക്ച്വലി റേറ്റ് ചെയ്തിട്ടുണ്ട്. ആംലഡ് ഡിസ്പ്ലേ ഒക്കെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കൂടെ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കാൻ ചാൻസസ് ഉണ്ട്. ഇനി നിഞ്ച പ്രോ പ്ലസ് എന്ന് പറയുന്നത് 1999 നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. എന്നാൽ ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 2499 രൂപയാണ്. 1.69 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് ഇത് കുറെ നാളായി ആക്ച്വലി ഇത് ഇറങ്ങിയിട്ട്. 669 വരെ റേറ്റ് ചെയ്തിട്ടുള്ളൂ. 4 സ്റ്റാർ എന്തായാലും ഉണ്ട് ഇതിനും. ഇനി ഫയർ ബോൾട്ടിന്റെ അൾട്രോൺ എന്ന് പറഞ്ഞിട്ട് 3199 പ്രോഡക്റ്റ് ഇപ്പോൾ കിട്ടുന്നതിന് 3999 നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെയും ആംലഡ് ഡിസ്പ്ലേ ആണ്. ആക്ച്വലി 3000 രൂപയ്ക്ക് മുകളിൽ നമുക്കിപ്പോൾ നിഞ്ചയിൽ പൊതുവെ ഈ ഒരു ആംലഡ് ഡിസ്പ്ലേ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഫയർ ബോൾട്ടിന്റെ നിഞ്ച ടച്ച് എന്ന് പറഞ്ഞിട്ട് ഈ പ്രോഡക്റ്റും ആക്ച്വലി എൻ്റെ കയ്യിലുണ്ട്. ഞാനിതും അൺബോക്സ് ചെയ്തിട്ടില്ല. ഉടനെ നോക്കട്ടെ എങ്ങനെയാണ് ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ അൺബോക്സ് ചെയ്യാൻ നോക്കാം. 1499 ഇപ്പോൾ കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1899 ആണ്. അതായത് ഇവരെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ 2000 രൂപയ്ക്കുള്ളിൽ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെയാണ്. അതുകൊണ്ടാണ് ആക്ച്വലി നോർമൽ റേറ്റിൽ പോലും നമുക്കിത് 2000 രൂപയ്ക്കുള്ളിൽ കിട്ടുന്നത്. 3.9 സ്റ്റാർ മാത്രമേ ഉള്ളൂ. എന്തായാലും 39,811 പേര് ഇത് റേറ്റ് ചെയ്തിട്ടുണ്ട്. 1.3 ഇഞ്ച് അതായത് ഒരു നല്ല കുറച്ച് സ്മോൾ ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ലേഡീസിനാണ്. കാരണം കുറച്ച് കൊച്ചു കൈയാണല്ലോ അവരുടേത്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ റിംഗ് 2 എന്ന് പറഞ്ഞിട്ട് 1.69 ഇഞ്ചിന്റെ ഒരു LCD സ്ക്രീനൊക്കെ ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ എന്തായാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അടുത്ത് തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിന്റെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 4999 ആണ്. ഇപ്പോൾ നമുക്ക് 4499 രൂപയ്ക്ക് ലഭ്യമാകുന്നു. കൂടാതെ നിഞ്ച പ്രോ മാക്സ് 2299 പ്രോഡക്റ്റ് 1899 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഇവിടെയും 1.6 ലാർജ് ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ മെർക്കുറി 2499 പ്രോഡക്റ്റ് 1799 രൂപയ്ക്ക് ലഭ്യമാകുന്നു. 4 സ്റ്റാർ ആണ്. 32,031 വരെ ആക്ച്വലി ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 4.1 സ്റ്റാർ വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 62,981 പേര് റേറ്റ് ചെയ്തിട്ടുണ്ട്. 2499 രൂപ മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ 3499 രൂപയാണ് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ആക്ച്വലി നമുക്ക് നമ്മുടെ കോൾ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാച്ചിൽ കൂടെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഫെസിലിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. ആംലഡ് ഡിസ്പ്ലേയും ഉണ്ട്. അതൊക്കെ കൊണ്ട് എന്തായാലും ഈ ഒരു 2499 ഇത് വർത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഫയർ ബോൾട്ട് നിഞ്ച കോള് അത്യാവശ്യം പഴയ പ്രോഡക്റ്റ് ആണ്. 3799 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 2799 രൂപയ്ക്ക് ലഭ്യമാകുന്നു. 1.7 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുക. കുഴപ്പമില്ല. 10349 റേറ്റ് ചെയ്തിട്ടുണ്ട്. 4 സ്റ്റാർ നമുക്ക് ഇതിന് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഫയർ ബോൾട്ടിന്റെ ഹറിക്കെയിൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 2499 ആണ് ഇപ്പോൾ ഇതിന്റെ റേറ്റ്. എത്ര രൂപയായിരിക്കും എന്താ പറയുക നോർമൽ എന്ന് അറിയാൻ വയ്യ. ഇതെന്തായാലും സ്പെഷ്യൽ ലോഞ്ച് ഓഫറാണ്. ചിലപ്പോൾ ഒരു 3000 അതിന് മുകളിലോ വരാൻ ചാൻസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 3000 മുകളിൽ വരാൻ ചാൻസ് ഇല്ല.
കാരണം 1.3 എന്താ പറയുക ഇഞ്ച് കളർ HD ഫുൾ ടച്ച് സ്ക്രീൻ ഒക്കെയാണ് നമുക്ക് ഇതിനെ കൂടെ ലഭ്യമാകുന്നത്. ചെറിയ ഡിസ്പ്ലേ ആണ് ആക്ച്വലി കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതും ചെറിയ കൈകളുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ജിയോണിയിലേക്ക് വരുവാണെങ്കിൽ ജിയോണിയുടെ വാച്ച് എസ് 1599 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. എന്നാൽ നമുക്കത് 1799 നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. വലിയ റേറ്റിംഗ് ഇല്ല കേട്ടോ, 3.7 മാത്രമേ ഉള്ളൂ റേറ്റിംഗ്. കൂടാതെ സ്റ്റൈൽ ഫിറ്റ് GSW10 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാച്ച് 4.1 റേറ്റിംഗ് ഉള്ളത്. 3093 പേര് മാത്രമാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. 1899 നോർമൽ റേറ്റ്. അത് തന്നെയാണ് ഇപ്പോൾ ഓഫറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി U-Fit 6 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാച്ച് 4.1 റേറ്റിംഗ് 473 പേര് മാത്രമേ റേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് 1.69 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. എന്തായാലും 3899 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്കത് കിട്ടുന്നത് 2799 രൂപയാണ്. പല പ്രോഡക്റ്റുകളിലും ആക്ച്വലി ആ കളർ അവൈലബിൾ അല്ല കേട്ടോ. കണ്ട ഇപ്പോൾ ആക്ച്വലി ബ്ലാക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് 3899 മാറിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ 2799 വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി പെബിൾ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം, എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ഒന്ന് റിസർച്ച് ചെയ്തിട്ട് വാങ്ങിക്കാന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു റേറ്റ് മാത്രമാണ് പറയണത്. പെബിൾ പേസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് 2999 പ്രോഡക്റ്റ് 2799 ആയിരിക്കും. പക്ഷേ അത്യാവശ്യം റേറ്റിംഗ് ഉണ്ട്, 4 സ്റ്റാറും അതുപോലെ തന്നെ 1233 റേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ കോസ്മോസ് പ്രോ എന്ന് പറഞ്ഞിട്ട് 1.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, അതായത് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടൊരു പ്രോഡക്റ്റ് ആണ്. അവിടെയും 3.9 സ്റ്റാറിംഗേ ഉള്ളൂ. 1762 പേര് റേറ്റ് ചെയ്തിട്ടുണ്ട്. 3249 പ്രോഡക്റ്റ് 2999 ആയിരിക്കും. കൂടാതെ കോസ്മോസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രോഡക്റ്റ് 3999 രൂപയാണ് ഇപ്പോൾ. എന്നാൽ ഇതിന്റെ റേറ്റ് അത് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. 1.7 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ ആക്ച്വലി ചൈന പ്രോഡക്റ്റുകൾ ഒരു ബ്രാൻഡ് ഇട്ടിട്ട് വരുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വേണം വാങ്ങിക്കാനായിട്ടുള്ളത്. ഇനി സാംസങ്ങിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീലോട് കൂടിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സാംസങ് ഗാലക്സി വാച്ച് 4. 18,940 രൂപയാണ്. അതായത് 60 രൂപ കൂടി ആയി കഴിഞ്ഞാൽ 19,000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് വെറും 14,999 രൂപയ്ക്കാണ്. 4.4 സെന്റിമീറ്റർ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ചേട്ടനിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഞാൻ നോക്കട്ടെ, ഒരു യൂസർ റിവ്യൂ പറ്റുമെങ്കിൽ ഇതിൽ ചെയ്യാം. എന്തായാലും 14,999 ഇത് വർത്ത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു എന്താ പറയുക, നമ്മുടെ ബിഗ് ബില്യൺ ഡേ അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലൊക്കെ ഇത് ഒരു 12,000 അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് അകത്ത് കിട്ടാൻ ചാൻസസ് ഉള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു സാംസങ് ഗാലക്സി വാച്ച് 4 ഒക്കെ. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ റിയൽമി ടെക്ലൈഫിന്റെ വാച്ച് S100 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. സ്ട്രാപ്പ് ഒന്നും വലിയ ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ബോഡിയും വലിയ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യാത്തൊരു പ്രോഡക്റ്റ് ആണ്. 2499 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് 2299 രൂപയ്ക്കാണ്. 1.69 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ റിയൽമി സ്മാർട്ട് വാച്ച് എസ് 1.3 ഇഞ്ച് ഓട്ടോ ബ്രൈറ്റ്നസ് ടച്ച് സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 4999 പ്രോഡക്റ്റ് ഒരു 200 രൂപ കുറഞ്ഞിട്ട് 4799 രൂപയ്ക്ക് നമുക്ക് ലഭ്യമാകുന്നതാണ്. 4.3 റേറ്റിംഗ് കൊണ്ട് 48,927 പേര് അതിന് റേറ്റും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റിയൽമി സ്മാർട്ട് വാച്ച് 2 പ്രോ 4999 പ്രോഡക്റ്റ് 4499 ലഭ്യമാകുന്നത്. 1.7 ഇഞ്ച് HD ഡിസ്പ്ലേ ഒക്കെയാണ് നമുക്ക് ഇതിന്റെ കൂടെ ലഭ്യമാകുന്നത്. ആക്ച്വലി എൻ്റെ ചേച്ചീൻ്റെ വാച്ച് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതും ഡിസോ വാച്ച് പ്രോയും ഒക്കെ എല്ലാം ഒരുപോലെയാണ്, ഒന്ന് തന്നെയാണെന്ന് നമുക്ക് എടുത്ത് പറയാം. ഒരു കമ്പാരിസൺ ആക്ച്വലി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ നടന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിന് 4.3 റേറ്റിംഗും കൂടാതെ 19,901 പേര് റേറ്റും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. 4,499 ഇത് ഒരിക്കലും വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇതിലെന്തായാലും ആംലെറ്റ് ഡിസ്പ്ലേ ഒക്കെയാണ് കേട്ടോ, അത് വേറെ കാര്യം. ഇനി റിയൽമിയുടെ സ്മാർട്ട് വാച്ച് 2ലേക്ക് വരുവാണെങ്കിൽ 3499 പ്രോഡക്റ്റ് 2999 ലഭ്യമാകുന്നു. അതും അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ട്, എന്നാലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഡിസോ വാച്ചിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡിസോ വാച്ച് എസ് 2999. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിക്കാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി എത്ര ആവും എന്നുള്ളത് ദൈവത്തിന് അറിയാം. എന്തായാലും ഇപ്പോൾ നമുക്ക് 3000 രൂപയ്ക്ക് ഇത് വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നു ഒരു 3499 അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം, അതിൽ കൂടുതൽ അങ്ങനെ വരാൻ ചാൻസസ് വളരെ കുറവാണ്. ഇനി ഡിസോ വാച്ച് ആർ, അതായത് നമ്മുടെ റിയൽമി വാച്ചസ് ഉണ്ടല്ലോ, അത് തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസമില്ല. 3799 ഇപ്പോൾ ഇതിന്റെ റേറ്റ്. എന്നാൽ പഴയ റേറ്റും അതൊക്കെ തന്നെയാണ്. 4.1 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അത് 6552 പേര് റേറ്റും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇനി വാച്ച് പ്രോ ദേ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഈ ഒരു സാധനമാണ് 4499 ഞാൻ വാങ്ങിച്ചത്. 4999 രൂപയാണ് നോർമൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പലപ്പോഴും 4499 തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക്
ഓഫർ സമയത്ത് 3799 വാങ്ങിക്കാൻ പറ്റും. 5439 റേറ്റ് ചെയ്തിട്ടുണ്ട്. 4.2 റേറ്റിംഗ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. 1.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഈ റിയൽമി വാച്ച് 2 പ്രോയും ഇതും ഡിസോ വാച്ച് പ്രോയൊക്കെ തന്നെ സെയിം ആണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. സ്പെക്കിലായാലും അതെല്ലാം നമ്മുടെ ഓയിസിലാണെങ്കിലും എല്ലാം തന്നെ സെയിം ആണ്, വേറെ ഒരു സംശയമില്ല. നിങ്ങൾക്ക് ഏതാണോ വില കുറവ്, ഇപ്പോൾ റിയൽമി വാച്ച് 2 വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോവുക, അല്ലെങ്കിൽ ഈ ഒരു വാച്ച് പ്രോയിലേക്ക് പോവുക. ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റിൽ ഏതെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡിസോ വാച്ച് പ്രോയിലേക്ക് പോവുക. കാരണം 3799 നമുക്കിപ്പോൾ ലഭ്യമാകുന്നു. എന്നാൽ നമ്മുടെ റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ അത് 4499 വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി വാച്ച് 2 സ്പോട്ട് 1999 ഇപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ 2499 നോർമൽ റേറ്റ്. നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. ഞാനിത് ആക്ച്വലി വിറ്റു. നമ്മളൊരു ഫ്രണ്ട് ചേച്ചി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഉടനെ തന്നെ ഉണ്ടാവും. അതിന് 4.2 റേറ്റിംഗ് ഉണ്ട് കേട്ടോ. 19,800 വരും റേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രാപ്പും അതുപോലെ തന്നെ എല്ലാ കമ്പാർട്ട്മെന്റ്സും എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസോ വാച്ച് 2. എന്തായാലും ഡിസോ വാച്ച് 2 നിങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ ഉറപ്പായിട്ടും നല്ലൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിസോ വാച്ച് 2 സ്പോർട്സ് തന്നെയാണ്. കാരണം കുറച്ചുകൂടി സെൻസേഴ്സ് ഒക്കെ ആക്യുറേറ്റ് ആണ് നമ്മുടെ ഡിസോ വാച്ച് 2 സ്പോർട്സിൽ. ഇത് എനിക്ക് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസോ വാച്ച് 2ഉം ഡിസോ വാച്ച് 2 സ്പോർട്സും ഒക്കെ അൺബോക്സ് ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ചില പ്രോഡക്റ്റുകളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും, പക്ഷേ ചില പ്രോഡക്റ്റുകളെ കുറിച്ച് എനിക്ക് കൂടുതലും കൊണ്ട് പറയാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 4.2 സ്റ്റാർ റേറ്റിംഗും അതുപോലെ തന്നെ 90,775 റേറ്റും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു സ്മാർട്ട് വാച്ച് മതി എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. 2699 നോർമൽ റേറ്റ്, അത് തന്നെയാണ് ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിന്റെ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ 1999 ഞാനത് വാങ്ങിച്ചത്. പിന്നെ അത് 2299 മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2299 വരേണ്ടതാണ്, എന്നിട്ട് പോലും ഇപ്പോഴും 2699 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇതിനേക്കാളും നിങ്ങൾ പോയിട്ട് നേരെ ഡിസോ വാച്ച് 2 സ്പോർട്സിലേക്ക് പോകാന്നേ ഉള്ളൂ. ഇനി Amazefitന്റെ, അതായത് ഹുവാമിയുടെ 2 പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് Amazefit ബിപ് യു പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളത് 4999 പ്രോഡക്റ്റ് 3999 ഇപ്പോൾ ലഭ്യമാകുന്നു. 4.1 സ്റ്റാർ ആണ്. 2530 വരെയൊക്കെ റേറ്റും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.43 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ കൂടെയാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇനി അടുത്തത് ഹുവാമി Amazfit ബിപ് യു 2999 ഇപ്പോഴത്തെ റേറ്റ്. എന്നാൽ 3499 നോർമൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1.43 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെയാണ്, ചെറിയ ഡിസ്പ്ലേ ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. 4.2 റേറ്റിംഗ് 17,236 പേര് റേറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്തായാലും ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ അത്യാവശ്യം നമുക്ക് അറിയാവുന്ന ബ്രാൻഡുകളിലുള്ള പ്രോഡക്റ്റുകളുടെ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കുറച്ചൊന്ന് ചിന്തിക്കുക. മറ്റുള്ള റിവ്യൂസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കാവുന്നേ ഉള്ളൂ. 1000 രൂപയ്ക്ക് എന്തായാലും ഇപ്പോൾ ഞാൻ പറയുന്നത് ഡിസോ വാച്ച് 2 സ്പോർട്സ് വാങ്ങിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. കൂടാതെ 2000 രൂപയ്ക്കുള്ളിൽ നോയ്സിന്റെ കളർ ഫിറ്റ് കാലിബർ, അതും വേറെ ഒരു സംശയമില്ലാണ്ട് നിങ്ങൾ വാങ്ങിച്ചുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തിച്ചതിന് ശേഷം വാങ്ങിക്കാവുന്നേ ഉള്ളൂ. ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ ഞാൻ നോക്കുന്നത് ബിഗ് സേവിംഗ് ഡേയ്സിൽ നമ്മുടെ സമ്മർ സെയിൽ ആമസോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 വെബ്സൈറ്റുകളിലും ഉള്ള ഒരു പ്രോഡക്റ്റ്, അതായത് സെയിം പ്രോഡക്റ്റിന്റെ വിലകൾ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ആയിരിക്കും. അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് ഏതിന്ന് വാങ്ങിക്കണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.